കേരളം ആകെ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകരാണ് ഉണ്ണി സാർ അല്ലെങ്കിൽ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം റിപ്പോർട്ടർ ചാനലിലേക്ക് വരികയും മീറ്റ് ദ എഡിറ്റേഴ്സിൽ പങ്കെടുക്കുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു എലക്ഷൻ അനാലിസിസുകൾക്കൊക്കെ വലിയ ആരാധകർ കേരളത്തിലുണ്ടായത്. ഞാനും അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി കാണുന്ന ഒരാളാണ്. അദ്ദേഹം നേരത്തെ തന്നെ മാതൃഭൂമിയുടെ ചീഫ് എഡിറ്റർ ആയിരുന്നു. അതുകൂടാതെ അദ്ദേഹം നിരവധി പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു പരിപാടിയാണ് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. ആ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന പരിപാടിയിൽ അദ്ദേഹം ഇന്നലെ എടുത്ത പരിപാടിയുടെ പേരെന്ന് പറയുന്നത് സജി ചെറിയാനാണ് ശരി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരുന്നു. അതായത് സജി ചെറിയാൻ ശരിയാണോ ഇല്ലയോ എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ താഴെ അദ്ദേഹം ടൈറ്റിലായി കൊടുത്തിരുന്നത് CPM നിലപാടുകളാണ് സജി ചെറിയാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതിൽ അദ്ദേഹം നിരവധി കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ ഒരു 12 മിനിറ്റുള്ള പ്രോഗ്രാമാണ്. നമുക്കതിലൊരു 7 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റിൻ്റെ ചില ഭാഗങ്ങളൊന്ന് കേൾക്കാം. ആ കേട്ടിട്ട് അദ്ദേഹം പറയാതെ വിട്ട കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് ആഡ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് കൂടി നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി മനസ്സിലാക്കണമെങ്കിൽ അതുകൂടി കൂട്ടിച്ചേർക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷെ അതൊരു 15 മിനിറ്റുള്ള പ്രോഗ്രാമാണ്. അതുകൊണ്ട് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞു നിർത്തിയതാണ് എന്നാണ് വിചാരിക്കുന്നത്. ആ പോയിന്റ് അദ്ദേഹം വളരെ അതിഗംഭീരമായി പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം നമുക്കതൊന്ന് കേൾക്കാം. കേട്ടിട്ട് ബാക്കിയുള്ള പോയിന്റിലേക്ക് കൂടി വരാം. ഇത് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് CPM എന്ന് പറയുന്ന ഒരു പാർട്ടി നേരത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളോട് വലിയ അനുഭാവം കാണിച്ചിരുന്ന ഒരു പാർട്ടിയാണെന്നും അപ്പോൾ അത്തരത്തിൽ സമസ്തയിലൊക്കെ പോലും വിള്ളലുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു നമുക്കറിയാവുന്ന കാര്യമാണ്. അത് അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിൽ അപ്പോൾ അത്തരത്തിൽ അനുഭാവം പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ നിരവധി പ്രോഗ്രാമുകൾ ഈ പറയുന്ന പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ വിഷയമായിട്ടുള്ള ഫലസ്തീൻ പ്രശ്നവുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ സെമിനാറുകൾ നടത്താനും പ്രചരണങ്ങൾ നടത്താനും ഒക്കെ CPM പല ശ്രമങ്ങളും നടത്തിയിരുന്നു. പക്ഷെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെന്ന് വിചാരിച്ചിരുന്ന ഈഴവ വോട്ട് ബാങ്കുകളും മറ്റു പിന്നോക്ക വോട്ട് ബാങ്കുകളും ഒക്കെ തന്നെ പോകുന്നത് CPM അപകടം മണത്തെറിഞ്ഞു വന്നു. അപ്പോൾ CPM വലിയൊരു തന്ത്രപരമായ ഒരു പോസ്റ്ററിങ്ങിലേക്ക് കടന്നു. 2026 തെരഞ്ഞെടുപ്പ് നേരിടെ ഇത് പോരാ എന്ന് പറയുന്ന ഒരു പോസ്റ്ററിങ്ങിലേക്ക് കടന്നു എന്നാണ് അദ്ദേഹം ഇതുവരെ പറഞ്ഞു വന്നത്. ബാക്കിയുള്ളത് കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതുകൂടി വ്യക്തമാകും. അതിനിടയിൽ ഞാൻ എൻ്റെ ചില അഭിപ്രായങ്ങൾ കൂടി പറയാം. കൂടാതെ കൂട്ടിച്ചേർക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് കൂടി ഞാൻ കൃത്യമായിട്ട് പറയാം. അതിന്റെ അടിസ്ഥാനത്തിൽ CPM അടിസ്ഥാന വോട്ട് ബാങ്ക് ഉണ്ടല്ലോ, ആ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈഴവ വോട്ട് ബാങ്ക് ആണ്, ഹിന്ദു ഈഴവ വോട്ട് ബാങ്ക്. ആ ഈഴവ വോട്ട് ബാങ്കിൽ വലിയ ചോർച്ച ഉണ്ടാകുന്നു, CPM അടിത്തറ ഇളകുന്നു. അപ്പോൾ CPM അപകടം മനസ്സിലാകുന്നു. വളരെ പെട്ടെന്ന് തന്നെ CPM പ്ലേറ്റ് തിരിച്ചു വെക്കുന്നു. എന്നിട്ട് ആന്റി മുസ്ലിം ആയിട്ടുള്ള പോസ്റ്ററിംഗ് നടക്കുന്നു. ഇതായിപ്പോ നടക്കാതിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ നിലപാട് അതാണ്. ആ നിലപാടിന്റെ തുടർച്ചയായിട്ടാണ് AK ബാലനും അതുപോലെ തന്നെ സജി ചെറിയാനും ഈ പ്രസ്താവനകൾ നടത്തുന്നത്. പാർട്ടിക്ക് ഒരു നിലപാട് പറയാം, അതിനുശേഷം പിന്നെ എങ്ങനെയാണ് ജനങ്ങളോട് പറയേണ്ടത് എന്നുള്ളത് നേതാക്കളുടെ മനോധർമ്മമാണ്, അവരുടെ നിരീക്ഷണമാണ്. അപ്പൊ AK ബാലൻ മാറാട് പറയും, AK ബാലൻ ജമാഅത്ത് പറയും, അതുപോലെ തന്നെ സജി ചെറിയാൻ ഈ പറയുന്ന കാസർഗോഡും അതുപോലെ തന്നെ മലപ്പുറവും ഒക്കെ പറയും. അത് നിയന്ത്രിക്കാൻ CPM കഴിയില്ല. കാരണം എന്താ? CPM നിലപാട് അതാണ്. ആ നിലപാട് അദ്ദേഹം പറഞ്ഞു വരുന്നത് ഇതാണ്. കാരണം CPM നിലപാടാണ് യഥാർത്ഥത്തിൽ AK ബാലനും അതുപോലെ സജി ചെറിയാനും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. സജി ചെറിയാൻ ഇന്നിപ്പോൾ ആ പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സജി ചെറിയാൻ നടത്തിയിട്ടുള്ള പ്രസ്താവന നിങ്ങൾക്കറിയാമല്ലോ, കാസർഗോഡും മലപ്പുറത്തും എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം. പക്ഷേ എൻ്റെ വിചാരം എന്ന് പറയുന്നത് സജി ചെറിയാൻ പറഞ്ഞത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ, അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമാക്കാം. ഇതിൽ അദ്ദേഹം പറയുന്നത് CPM നിലപാടാണ് ഇവരെല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. തങ്ങൾക്കറിയാവുന്ന ഭാഷയിലാണ് AK ബാലനും സജി ചെറിയാനും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, CPM ഇങ്ങനെ ഒരു നിലപാടെടുക്കേണ്ട പാർട്ടിയാണോ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ഉദാഹരണം പറയാം. 1987 നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. എന്തുകൊണ്ടാണത്? 1980 മുതൽ 87 വരെ കേരളത്തിൽ ഇതുപോലെ വലിയ വർഗീയമായിട്ടുള്ള വിഭജനങ്ങള്, വേർതിരിവുകള്, സംഘർഷങ്ങൾ നടന്നൊരു കാലഘട്ടമാണ്. 1982 ആലപ്പുഴയിൽ ഒരു വെടിവെപ്പുണ്ടായി. മിലാദി ഷെരീഫിന്റെ ദിവസം മുസ്ലിങ്ങൾ നടത്തിയ ഒരു ജാഥയ്ക്ക് നേരെ പോലീസുകാർ വെടിവെക്കുന്ന ഒരു യുവാവ് കൊല്ലപ്പെടുന്നു. അത് സംസ്ഥാനത്ത് വലിയ പിരിമുറുക്കമാണ് ഉണ്ടാക്കിയത്. അതിന്റെ തുടർച്ചയായിട്ട് തിരുവനന്തപുരത്ത് ഒരു ഹർത്താൽ നടന്നു. ആ ഹർത്താലിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോളമാണ് ചാരക്കമ്പോളം. ആ ചാരക്കമ്പോളം നിന്ന് കത്തി. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരനാണ്, അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന വയലാർ രവിയാണ്. ഹിന്ദുക്കൾക്ക് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കൾക്കിടയിൽ തിരുവനന്തപുരത്ത് ഒരു വലിയ പ്രചാരണം ഉണ്ടായി. 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. എന്താണ് അതിന് കാരണം എന്ന് പറയുന്നത്? ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകമാണ്. അന്ന് ഈ രാജ്യം മുഴുവൻ കോൺഗ്രസിനോടൊപ്പം നിന്നു. അന്ന് രാജീവ് ഗാന്ധിക്ക് നെഹ്റുവിനേക്കാൾ വലിയ ഭൂരിപക്ഷം ആളുകൾ
കിട്ടിയത്. ആ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് എന്താ സംഭവിച്ചത്? ലോക്സഭയിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചു വന്നു. പക്ഷെ 3ാം സ്ഥാനത്തെത്തിയത് ഹിന്ദു മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് കേരളവർമ്മ രാജ. 1,10,000 വോട്ടുകളാണ് നേടിയത്. അന്ന് BJP ഉണ്ടായിട്ടില്ല കേട്ടോ. 85-ലാണ് BJP ഉണ്ടാകുന്നത്. 84-ലെ തിരഞ്ഞെടുപ്പിൽ തന്നെ 3ാം സ്ഥാനത്തേക്ക് ഹിന്ദു മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ എത്തിച്ച ഒരു ഒരു ജില്ലയാണിത്, തിരുവനന്തപുരം ജില്ല. അത് ഈ പറയുന്ന ചാരക്കമ്പോളത്തിന്റെ കലാപമായിരുന്നു. പിന്നീട് 83-ലെ നിലയ്ക്കൽ പ്രക്ഷോഭം ഉണ്ടായി. എന്തായിരുന്നു ആ പ്രക്ഷോഭത്തിന്റെ കാര്യം എന്ന് പറയുന്നത്? ഈ പറയുന്ന അയ്യപ്പന്റെ പൂങ്കാവനത്തിൽ ഒരു കുരിശുണ്ട് എന്നൊരു പാതിരി കണ്ടെത്തുന്നു. എന്നിട്ട് അവിടെ ഒരു പള്ളി പണിയണമെന്ന് പറയുന്നു. അവിടെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഇടയിൽ വലിയ പ്രക്ഷോഭമാണ് ഉണ്ടായത്. അതുപോലെ തന്നെയായിരുന്നു ശരീഅത്ത് വിവാദം. 85-ല് ശരീഅത്തിനെ ശരിവെച്ചുകൊണ്ട് പാർലമെന്റിൽ രാജീവ് ഗാന്ധി ഒരു നിയമം പാസാക്കി. അതിനെതിരായിട്ട് ശക്തമായ നിലപാടെടുത്ത പാർട്ടിയാണ് കേട്ടോ CPM. ആ മുസ്ലിം സമുദായത്തിന് ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ ആശയങ്ങൾ പാടില്ല എന്നും സ്ത്രീകളെ അന്യവൽക്കരിക്കുന്ന നിലപാട് എടുക്കരുത് എന്നുമുള്ള വളരെ ശക്തമായ സമീപനമാണ് അന്ന് CPM കൈക്കൊണ്ടത്. ആ അർത്ഥത്തിലൊക്കെ ഈ കേരളത്തിലെ വർഗീയ അന്തരീക്ഷം തീവ്രമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് LDF CPM ഒരു പ്രഖ്യാപനം നടത്തി. എന്താണ് ആ പ്രഖ്യാപനം എന്ന് പറയുന്നത്? ആ തിരഞ്ഞെടുപ്പിൽ ഒരു വർഗീയ പാർട്ടിയുമായും കൂട്ടുചേരില്ല എന്നാണ് CPM പ്രഖ്യാപിച്ചത്. എന്ന് മാത്രമല്ല, മറുവശത്ത് UDF-ന്റെ ഒരു ഘടനയൊന്ന് പരിശോധിച്ച് നോക്കിയേ. UDF-ന് കോൺഗ്രസ് പാർട്ടി ഉണ്ടായിരുന്നു. അതുകൂടാതെ എല്ലാ കേരള കോൺഗ്രസും ഉണ്ടായിരുന്നു, മാണി ഉണ്ടായിരുന്നു, 82 മുതൽ 87 വരെ നടന്നിട്ടുള്ള വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും സാമുദായികമായിട്ടുള്ള വിഭജനങ്ങളെക്കുറിച്ചുമാണ് അദ്ദേഹം പറഞ്ഞത്. അതെല്ലാം വസ്തുതയാണ്. അതിനുശേഷം 87-ലെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോണ്ടായിട്ടുള്ള മുന്നണിയാണ്. ആ മുന്നണിയിൽ യഥാർത്ഥത്തിൽ എല്ലാ സമുദായങ്ങളും തന്നെ, ഏതാണ്ട് സമുദായത്തിലെ നേതാക്കന്മാർ എല്ലാം തന്നെ പിന്തുണച്ചത് യഥാർത്ഥത്തിൽ UDF-നെയാണ്. UDF-ന്റെ ഒപ്പമായിരുന്നു ആ മുന്നണി എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹം വിശദമായി പറഞ്ഞു വരുന്നത്. അതുകൂടി കേട്ടതിന് ശേഷം എനിക്ക് മറ്റു കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാനുണ്ട്. ഉണ്ടായിരുന്നു, ജോസഫ് ഉണ്ടായിരുന്നു, പിള്ള ഉണ്ടായിരുന്നു. അങ്ങനെ ക്രിസ്ത്യൻ സമുദായം എൻ ബ്ലോക്ക് ആയിട്ട് UDF-നോടൊപ്പം നിന്നു. ഇതുകൂടാതെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, ലീഗ് ഉണ്ടായിരുന്നു. അതുകൂടാതെ വളരെ വിചിത്രമായ 2 കാര്യങ്ങൾ കൂടിയുണ്ട്. അന്ന് NSS-ന് ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ പേര് NDP എന്നാണ്. ആ പാർട്ടി UDF-ന്റെ ഭാഗമായിരുന്നു. SNDP-ക്ക് ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ പേര് SRP എന്നായിരുന്നു. ആ പാർട്ടി UDF-ന്റെ ഭാഗമായിരുന്നു. അങ്ങനെ നോക്കൂ, നായന്മാര്, ഈഴവര്, ക്രിസ്ത്യാനികള്, അതുപോലെ തന്നെ മുസ്ലിങ്ങള്, ഈ പ്രമുഖ സമുദായങ്ങളെല്ലാം ഒന്നിച്ചു നിന്നൊരു മുന്നണിയായിരുന്നു UDF. എന്തായിരുന്നു 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന് പറയുന്നത്? LDF തൂത്തുവാരി അങ്ങ് വിജയിച്ചു. 78 സീറ്റാണ് കിട്ടിയത്. 61 സീറ്റുകളിലേക്ക് ചുരുങ്ങി കരുണാകരനും UDF-ഉം. അതാണ് കേരളത്തിന്റെ മനസ്സെന്ന് പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി മതനിരപേക്ഷതയ്ക്ക് വോട്ട് ചെയ്തു. അത് പയനിയർ ചെയ്തത്, അത് പൈലറ്റ് ചെയ്തത് EMS നമ്പൂതിരിപ്പാടാണ്, CPM ആണ്, LDF എന്ന് പറയുന്ന മുന്നണിയാണ്. ആ പാരമ്പര്യമുള്ള പാർട്ടിയാണ് CPM. ആ പാർട്ടിയാണ് ഇപ്പോൾ നോക്കൂ ഈ പറയുന്ന നടക്കാണ്ടിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ഭൂരിപക്ഷ വോട്ടുകൾ എങ്ങനെ പോക്കറ്റ്. ഇവിടെയാണ് എനിക്കുള്ള വിശദമായിട്ടുള്ള ഈ കൂട്ടിച്ചേർക്കാനുള്ളത്. പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത് 1982-നും 87-നും ശേഷം ഇത്തരത്തിലുള്ള വിവിധ വർഗീയ കലാപങ്ങളടക്കം പ്രശ്നങ്ങളടക്കം കേരളത്തിലുണ്ടായിട്ടും സാമുദായികമായിട്ടുള്ള ധ്രുവീകരണം ഉണ്ടായിട്ടും UDF-നൊപ്പമാണ് SNDP-യുടെ പാർട്ടിയും NSS-ന്റെ പാർട്ടി, അവർ രണ്ടുപേരുടെയും പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ 2 പാർട്ടികളിൽ നിന്നത് കൂടാതെ സമുദായങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ക്രിസ്ത്യൻ സമുദായം പിന്തുണക്കുന്ന പാർട്ടികളുമെല്ലാം UDF-ന്റെ ഒപ്പമാണ് നിന്നത്. പക്ഷേ എന്നിട്ട് പോലും വലിയ വിജയം നേടാനായത് CPM-നാണ്. കാരണം CPM മതേതരത്വത്തിൻ്റെ ഭാഗത്ത് ഉറച്ചു നിന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെല്ലാം വസ്തുതയാണ്. കാരണം അന്ന് 78 സീറ്റുകൾ നേടി CPM LDF വിജയിക്കുന്നുണ്ട്, CPM-ന്റെ നേതൃത്വത്തിൽ LDF വിജയിക്കുന്നുണ്ട്. എന്നാൽ UDF-ന്റെ സീറ്റുകൾ എന്ന് പറയുന്നത് 61 സീറ്റുകളാണ് യഥാർത്ഥത്തിൽ UDF-ന് കിട്ടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ മറ്റ് ചില കണക്കുകൾ കൂടി ഞാൻ പറയാം. അതായത് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് 16 സീറ്റുകൾ UDF-ന് കുറവ് വരികയും, കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായതിനേക്കാൾ 15 സീറ്റുകൾ യഥാർത്ഥത്തിൽ LDF-ന് കൂടുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് നിങ്ങൾ അറിയേണ്ടത്. ഈ പറയുന്ന 1987 23 മാർച്ചിന് നടന്നിട്ടുള്ള ആ തെരഞ്ഞെടുപ്പ്. അതിൽ 140 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 80.54, അതായത് കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായതിനേക്കാളും വലിയ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ടായി. അതായത് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാളും 7% വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ടായി. അങ്ങനെ 80.54 എന്ന് പറയുന്ന ശതമാനത്തിലേക്കാണ് എത്തിയത്. ആ ശതമാനത്തിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 78 സീറ്റുകൾ ആർക്ക് കിട്ടി? LDF-ന് കിട്ടി. അതുപോലെ 61 സീറ്റുകൾ കോൺഗ്രസിന് കിട്ടി. കോൺഗ്രസ് പരാജയപ്പെട്ടു, വസ്തുതയാണത്. പക്ഷേ അത് മാത്രം നമ്മൾ കണ്ടാൽ പോരാ. കാരണം ഇപ്പോഴല്ല കേട്ടോ, 38 കൊല്ലം മുമ്പാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. 38 കൊല്ലം മുമ്പ് പോലും സാധാരണ 5 കൊല്ലം കൂടുമ്പോൾ ഒരു ഭരണമാറ്റം ഉണ്ടാകാറ് പതിവാണ്. ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് LDF അധികാരത്തിൽ വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും തിന്നായിട്ടുള്ള മാർജിൻ ഉണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണത്. ആ തിന്നായിട്ടുള്ള മാർജിൻ എന്ന് പറയുന്നത് പെർസെൻറ്റേജ്, LDF-ന് കിട്ടിയ പെർസെൻറ്റേജ് എന്ന് എത്രയാണെന്ന് നിങ്ങൾക്കറിയുമോ? 15 സീറ്റുകൾ കൂടുതൽ കിട്ടി, 78 സീറ്റുകൾ കിട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളെങ്കിൽ പോലും
44.97 എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് 44.97 45% നമുക്ക് വേണമെങ്കിൽ പറയാം. അതേസമയം ഈ പറയുന്ന UDF കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 43.65% എന്ന് പറഞ്ഞാൽ 44.97 43.65% എന്ന് പറഞ്ഞാൽ 1.32% വ്യത്യാസം. അതായത് 1.32% വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ വ്യത്യാസം മാത്രമേ നിങ്ങൾ അറിയേണ്ടത് 1987 ഉണ്ടായിരുന്നുള്ളൂ. ഏത് കേരളം ഇത്രയൊന്നും വർഗീയമായി വിഭജിക്കപ്പെടാത്തൊരു കാലത്ത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഐഡിയോളജികൾക്ക് വലിയ പ്രാമുഖ്യമുണ്ടായിരുന്ന കാലത്ത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രവർത്തകർ പോലും വിശ്വാസികളല്ലാതിരുന്ന കാലത്ത്, അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ അറിയേണ്ടത്. ഇപ്പോഴും ഏതാണ്ട് 38 കൊല്ലങ്ങൾക്ക് മുമ്പ് 38-39 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതെല്ലാം വസ്തുതയാണ്. പക്ഷേ ഉണ്ണിസാറ് പറയാതെ വിട്ടൊരു കാര്യം, അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടല്ല, ഇപ്പോൾ ഒരു 12 മിനിറ്റുള്ള ഒരു എപ്പിസോഡ് ആയതുകൊണ്ട് അല്ലെങ്കിൽ 15 മിനിറ്റുള്ള എപ്പിസോഡ് ആയതുകൊണ്ടായിരിക്കും അദ്ദേഹം അത് പറയാതെ. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, അത് വെച്ചുകൊണ്ട് ഇന്നും കേരളം അതേപോലെ മതേതരമായി ചിന്തിക്കും എന്നൊന്നും നിങ്ങൾ വിചാരിച്ചു കളയരുത്. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ സജി ചെറിയാൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. സജി ചെറിയാൻ പറഞ്ഞ എന്താണ്? കാസർഗോഡും അതുപോലെ തന്നെ മലപ്പുറത്തുമൊക്കെ ആളുകൾ എങ്ങനെ വോട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. മതേതരത്വം പറയുന്ന കോൺഗ്രസിന് അവിടെ സീറ്റുകൾ ഉണ്ടാക്കാൻ പറ്റിയില്ല, അതേസമയം CPM സീറ്റുകൾ ഉണ്ടാക്കാൻ പറ്റിയില്ല. പകരം കാസർഗോഡ് നിന്ന് BJPക്ക് സീറ്റുകൾ കിട്ടുന്നു, അതുപോലെ മുസ്ലിം ലീഗിനും സീറ്റുകൾ കിട്ടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുസ്ലിം ലീഗൊക്കെ അടിത്തട്ടിൽ അവിടെ പ്രചാരണം നടത്തിയത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. കാരണം അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ അഷ്റഫ്, ഈ പറയുന്ന പോലെ ഇടനീർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു യൂത്ത് ലീഗിൻ്റെ ഈ പറയുന്ന പോലെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പ്രചരണം നടത്തിയിട്ടുള്ളത് അവിടെ 5 നേരം നിസ്കരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അതായത് നിങ്ങൾ ഈ പറയുന്ന പോലെ 3 വോട്ടുകളും ഇവർക്ക് ചെയ്തില്ലെങ്കിൽ ദീനിൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോകും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ ഏതാണ്ട് മതവും ദൈവവും ഒക്കെ കലർത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണ തന്ത്രങ്ങൾ ലോക്കൽ ബോഡി ഇലക്ഷനുകളിൽ അതിതീവ്രമായി മറ്റെങ്ങുമില്ലാത്ത രീതിയിൽ ഇത്തവണ നടപ്പിലാക്കപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ കാര്യം നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സജി ചെറിയാൻ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് മലപ്പുറത്തും യഥാർത്ഥം സംഭവിച്ചിട്ടുള്ളത്. അപ്പം മലപ്പുറത്തും അതുപോലെ തന്നെ ഈ പറയുന്ന കാസർഗോഡുമൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി ഇതെല്ലാം വിട്ടുകളയാം. നമുക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് കണ്ടത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേവരെ ഒരു സമുദായത്തിൻ്റെ കാൻഡിഡേറ്റ് ആണോ എന്ന് നോക്കി തീരുമാനിക്കാതിരുന്ന, അങ്ങനെ വോട്ട് ചെയ്യാൻ ഒരു താല്പര്യവും കാണിക്കാതിരുന്ന ഈഴവ കമ്മ്യൂണിറ്റി പോലും യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളാണോ എന്ന് നോക്കി വോട്ട് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. ഞാൻ 2 ഉദാഹരണങ്ങൾ നിങ്ങളോട് പറയാം. BJPക്ക് യഥാർത്ഥത്തിൽ കേരളം മൊത്തം വോട്ട് കൂടി 19.37% വോട്ട് 20% എത്തിയെന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ വോട്ട് കൂടിയിട്ടില്ല. 3% വോട്ട് കൂടിയത് തൃശ്ശൂരാണ്. ആ വോട്ടുകളെല്ലാം BJPയുടേതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ബാക്കി ഒരു 1-2% വോട്ടുകൾ കൂടിയത് ഏത് മണ്ഡലങ്ങളിൽ നിന്നാണ് നിങ്ങൾക്കറിയോ? 3 മണ്ഡലങ്ങളിൽ നിന്നാണ്. ഒന്ന് തിരുവനന്തപുരത്ത് നിന്നാണ്. അത് നമുക്ക് മാറ്റിവെക്കാം, കാരണം അവരുടെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള മണ്ഡലമാണ്, അവർക്ക് വോട്ടുള്ള മണ്ഡലമാണ്. മറ്റ് 2 മണ്ഡലങ്ങൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതിലൊന്ന് യഥാർത്ഥത്തിൽ ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ ആരാണ് അവിടെ മത്സരിച്ചത്? ശോഭാ സുരേന്ദ്രനാണ് മത്സരിച്ചത്. ശോഭാ സുരേന്ദ്രൻ ഒരു ഈഴവ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അനുഭാവപൂർണ്ണമായിട്ടുള്ള സമീപനം, അല്ലെങ്കിൽ സ്വന്തം സമുദായം നോക്കി വോട്ട് ചെയ്യുകയും BJPയിലേക്ക് വോട്ടുകൾ കുത്തനെ പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ 1.5 ലക്ഷത്തോളം ഉണ്ടായിരുന്ന വോട്ട് ബാങ്ക്, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ 1.5 ലക്ഷത്തോളം ഉണ്ടായിരുന്നത് 2019 1.5 ലക്ഷത്തോളം ഉണ്ടായിരുന്നത് 2024 എത്തുമ്പോൾ ശോഭാ സുരേന്ദ്രൻ ഏതാണ്ട് 3 ലക്ഷമായി കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരട്ടിയായി തന്നെ കൂടി. ഇനി മറ്റൊരു മണ്ഡലവും കൂടി പറയാം, അത് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ നമുക്കറിയാം ഈഴവ കമ്മ്യൂണിറ്റിക്ക് വലിയ പ്രാധാന്യമുള്ള, വലിയ പ്രാമുഖ്യമുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ യഥാർത്ഥത്തിൽ V മുരളീധരൻ വന്ന് മത്സരിക്കുമ്പോൾ ആ V മുരളീധരൻ എന്ന് പറയുന്ന ഒരു ഈഴവ കമ്മ്യൂണിറ്റിയിലെ കാൻഡിഡേറ്റ് ആണ് എന്നറിയുന്ന ഒരു BJP നേതാവായിട്ടുള്ള ഒരാൾക്ക് കൂടുതൽ വോട്ടുകൾ കിട്ടുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു വർഗീയമായിട്ടുള്ള ചേരിതിരിവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഉണ്ണിസാർ പറഞ്ഞതിനോടൊക്കെ ഞാൻ അനുകൂലിക്കുമ്പോഴും 1987 അവസ്ഥയല്ല 38 കൊല്ലങ്ങൾ കഴിയുമ്പോൾ കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ CPM എടുക്കുന്ന ഈ പറഞ്ഞ CPMൻ്റെ നിലപാടും CPMൻ്റെ സ്ട്രാറ്റജികളുമൊക്കെ വിജയിക്കാൻ തന്നെയാണ് സാധ്യത എന്നുള്ളത് കൂടിയാണ് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, ഏറ്റവും നമ്മൾ ഇതിൽ മിസ് ചെയ്ത് പോയൊരു കാര്യം എന്ന് പറയുന്നത്,
ഇതേ സ്ട്രാറ്റജി തന്നെയാണ് UDF അപ്പുറത്തെടുക്കുന്നത്. കാരണം ഒരു മുസ്ലിം ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടി കൃത്യമായി UDF പണിയെടുക്കുന്നുണ്ട്. ആ UDF പണിയെടുക്കുന്നതിനെ നിങ്ങൾ അറിയേണ്ടത് CPM എതിർക്കുന്നു. CPM എതിർക്കേണ്ടതാണ്. CPM എതിർക്കുന്നത് ഇപ്പോഴും CPM പറഞ്ഞു നിൽക്കാം. കാരണം CPM രാഷ്ട്രീയമായിട്ടാണ് എതിർക്കുന്നത്. കാരണം CPM ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കൂട്ടുകെട്ടിനെയാണ് എതിർക്കുന്നത്. ആ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കൂട്ടുകെട്ടിനെ എതിർക്കുമ്പോൾ അത് മുഴുവൻ യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിനെതിരെയാണ് എന്ന് പറയുന്ന ഒരു വർഗീയ വിഭജനം നടത്തുന്നത് ആരാണ് എന്ന് കൂടി നമ്മൾ ചിന്തിക്കണ്ടേ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുമ്പോൾ അതെങ്ങനെയാണ് ഈ പറയുന്ന പോലെ UDF വലിയ പ്രതിരോധിക്കേണ്ട ഒരു കാര്യമായി മാറുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം ഇതാണ്. യഥാർത്ഥത്തിൽ 1987 അവസ്ഥയല്ല. അന്ന് BJPക്ക് ഇത്ര പ്രാമുഖ്യം കിട്ടിയിട്ടില്ല. യഥാർത്ഥത്തിൽ CPMൻ്റെയൊക്കെ ഉന്നം എന്ന് പറയുന്നത് LDFൻ്റെയൊക്കെ ഉന്നവും LDFൻ്റെ പ്രൊജക്റ്റും എന്ന് പറയുന്നത് ഈ ഇവിടെ ഉള്ള ഏതൊരു വലിയ രാഷ്ട്രീയ പാർട്ടി, ഏതൊരു ഘടകകക്ഷി എടുത്താൽ പോലും, ഈവൻ മുസ്ലിം ലീഗ് എടുത്താൽ പോലും, മുസ്ലിം ലീഗിന് കൂടി വന്നാൽ ഒരു 15 ലക്ഷം വോട്ടേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ CPIക്കൊക്കെ പോലും അതിൻ്റെ 1/3 വോട്ടുകളേ ഉള്ളൂ. അപ്പോൾ ഇത്തരം വോട്ടുകളുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസും CPMും കഴിഞ്ഞാൽ അത് പിന്നെ ആരാണെന്ന് ചോദിച്ചാൽ അത് BJP ആണ്. ആ BJPക്ക് കഴിഞ്ഞ ലോക്സഭയിലേക്ക് കിട്ടിയത് 38 ലക്ഷം വോട്ടുകളാണ്. ആ 38 ലക്ഷം വോട്ടുകളിൽ നിന്ന് ഒരു 15 ലക്ഷമോ 20 ലക്ഷമോ വോട്ടുകൾ വേണമെങ്കിൽ തങ്ങളിലേക്ക് കിട്ടിയാൽ, അല്ലെങ്കിൽ വേണ്ട ഒരു 12 ലക്ഷമോ 15 ലക്ഷമോ വോട്ടുകൾ കിട്ടിയാൽ പോലും അഭൂതപൂർവമായ വിജയം ഉണ്ടാകുമെന്നുറപ്പാണ്. മിക്കവാറും അത് സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം ഒരു 5 or 10 മണ്ഡലങ്ങളിൽ ഒഴികെ ബാക്കിയുള്ള ഒരു സ്ഥലത്തും BJPക്ക് വോട്ട് കൊടുത്തുകൊണ്ട് ഒരു പ്രയോജനമില്ലെന്നും, പകരം UDF വന്നാൽ അത് മുസ്ലിം ലീഗിൻ്റെ ഭരണമായിരിക്കും, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണമായിരിക്കും, അത് SDPയൊക്കെ ചേർന്നുള്ള ഒരു ഭരണമായിരിക്കും എന്നുള്ള പറയുന്ന നരേറ്റീവിൽ കേരളത്തിൽ ഇപ്പോൾ വലിയ സാധ്യതകളുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു കാണണം. അത് 1987 പോലുള്ള സ്ഥിതിയല്ല. 87 ശേഷം ഒരുപാട് വെള്ളമൊഴുകി പോയിരിക്കുന്ന പുഴകളിലൂടെ അതിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നിന്ന് CPM പരിപൂർണമായിട്ടും ഏതാണ്ട് ഇല്ലാതായിരിക്കുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തും ബുക്കാസയും ഒക്കെ വളരെ ജാതീയമായി മതപരമായി അങ്ങേറ്റം വിഭാഗീയ ചിന്തകളുള്ള ഒരു സമൂഹമായി കൂടി കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം.